മനുഷ്യനെ കൊല്ലുന്നതാണ് ഇവിടെ കൂടുതലും ആൾക്കാർ ഇപ്പം എൻജോയ് ചെയ്യണം. ആ ഡയലോഗ് എനിക്ക് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സിനിമയിലുണ്ടോ ഇപ്പോൾ? ഈ ലെവലിൽ നിൽക്കുന്ന ഒരു ആക്ടറിനാണ് അങ്ങനെ ചെയ്യാൻ പറ്റും. സ്വന്തം പടത്തിന് ലിറിക്സ് പോലും അറിയാത്ത നീ ഏത് നടനാണ്? സ്റ്റേഷനിൽ വന്നപ്പോ തൊട്ടേ കുഞ്ഞിനെ കണ്ടാണ്, ഞങ്ങളെ കുഞ്ഞിനെ കണ്ടാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോ എന്നെക്കാളും പ്രായമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ജനറേഷനിലോ അല്ലെങ്കിൽ ഞങ്ങൾ താഴെയുള്ള ജനറേഷനോ ഇങ്ങനെയല്ല അപ്രോച്ച് ചെയ്യണം. നിങ്ങൾ ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് റിയാലിറ്റിയിൽ അമ്മയില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് ഞാൻ എത്തിയത്. ദിവ്യ അവിടെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് മുടങ്ങി എന്തെങ്കിലും പ്രശ്നം വന്നു പിന്നെ ദിവ്യയുടെ കരിയർ ഭയങ്കര ഭയങ്കര ഇഷ്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റാന്ന് പറയും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. അങ്ങ് വരുവാണ് മമ്മൂക്ക, പൊളിക്കാൻ അങ്ങ് എത്തുവാണ് അല്ലേ? അതിന്റെ കൂടെ നിങ്ങളും അങ്ങ് ചേരുവാണ്. പൊളിക്കുമല്ലോ നമ്മളെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയേക്കാം അല്ലേ? ആദ്യം മനോഹരമായ രണ്ടാമത്തെ സിനിമ ഒരു പാട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ ഹിറ്റ് പാട്ടാണ്. അതിൽ നിങ്ങളുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അവനിപ്പോഴും അസൂയുണ്ട്. ആ പാട്ടിൽ നീയാണ് അഭിനയിച്ച എന്റെ ജസ്റ്റ് കട്ടിങ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കട്ടിങ് ഇട്ട് ഇപ്പോഴും ഉണ്ട് അവന് ആശയമുണ്ടല്ലേ? ആശയം നമുക്ക് മാറ്റണം. ആ പാട്ട് നല്ലെങ്കിൽ പാടിയങ്ങ് തുടങ്ങാം ഐശ്വര്യമായിട്ട്. ഞാൻ നടന്നത് നന്നായി. വലിയ പാടണ്ട വന്നേനെ. നാല് പാടിയങ്ങ് തുടങ്ങാം. എന്തായാലും അറിയാം. പിന്നെ അധികം വേണം, ഉള്ളത് മതി. ഇന്നലെ കോളേജിൽ പോയി പാടിയപ്പോ ഒരു പാർട്ടി എന്നെ വിളിച്ചു പറയണ്ടേ, സ്വന്തം പടത്തിന്റെ ലിറിക്സ് പോലും അറിയാത്ത നീ ഏത് നടനാണ്? അങ്ങനെ ചോദിച്ചോ? അങ്ങനെ ചോദിച്ചാൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് പാടിയേക്ക്. അങ്ങനെ വിടാന്ന് ഞാൻ സമ്മതിക്കണില്ല. മനോഹരമായിട്ട് പാടി തന്നെ തുടങ്ങാം നമുക്ക്. ഒരു നൂറാശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവോ, ഒരു നൂറാശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവോ. മതിയില്ലേ? പൂത്തവിടെ നിക്കട്ടെ. പൂക്കല് അങ്ങ് ഈ ബസൂക്കായാലും ശരിക്കും പൂത്ത് വിടരട്ടെ. എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് മമ്മൂക്കാട്. സിദ്ധാർത്ഥ്, എനിക്ക് തോന്നുന്നു മമ്മൂക്കാടെ കൂടെ ഒരു യാത്ര, വലിയ യാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പല സിനിമകൾ നമ്മൾ നോക്കുമ്പോൾ നല്ല യാത്രയിൽ പോകുന്നു. ഹിറ്റുകൾ മമ്മൂക്കാടെ കൂടെ തന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇതായിരുന്നു ആക്ച്വലി എൻ്റെ ആദ്യത്തെ കോമ്പിനേഷൻ വിത്ത് മമ്മൂക്ക. ബസൂക്ക തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ബ്രഹ്മയുഗത്തിലേക്ക് ജോയിൻ ചെയ്യണം അല്ലേ? അപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ മുഖത്ത് നോക്കി ഡയലോഗ് പറയുന്ന കാര്യത്തിൽ. പക്ഷേ അത് ഈസായി പോയി. അതിൻ്റെ തൊട്ട് പുറകെ ബ്രഹ്മയുഗം കൂടെ വന്നപ്പോൾ അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്തു. ആദ്യം ഇതിലായിരുന്നു മമ്മൂക്കാടെ ഒപ്പം. പിന്നെ ഇവൻ ഡേറ്റ് കൊടുക്കുന്നത് തന്നെ മമ്മൂക്ക ഇല്ലേന്നാ പറയുന്നത്. പാട്ട് പാടിപ്പിച്ചോട്ടെ, അതിന്റെ ഒരു പ്രശ്നം അല്ലേ? അതെ, ഒരു പാല് വിട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. തീർച്ചയായിട്ടും. അന്നത്തെ ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ, ഈ സബ്ജക്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കല്ലൂർ ടെന്നീസിന്റെ മക്കളാണ് രണ്ടുപേരും, അഭിനയിക്കുന്നു, ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നു. നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒത്തിരി സ്ക്രിപ്റ്റുകൾ തന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. കഥ അദ്ദേഹത്തിനാണ്. ആ കഥ കേട്ട് കഴിഞ്ഞപ്പം സിദ്ധാർത്ഥ് ഒരു ഡയറക്ടർ കൂടിയാണ്. സിദ്ധാർത്ഥിന് എന്താണ് ഈ കഥയിലുള്ള ഒരു കാമ്പ്? എങ്ങനെയാണ് അതിനകത്തേക്ക്? ഇതൊരു ആക്ഷൻ ബേസ്ഡ് ത്രില്ലർ ടൈപ്പ് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ഉണ്ട്. ഒരാളെ പിടിക്കപ്പെടാതിരിക്കുക എന്നുള്ള. അപ്പം അതിനകത്ത് പിന്നെ മെയിനായിട്ട് ഇതിൽ ആരും കൊല്ലുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇതിലാരും കൊല്ലുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഒരു മെയിനായിട്ടായിരുന്നു. മനുഷ്യനെ കൊല്ലാത്തൊരു ത്രില്ലർ. പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ മൊത്തം ഈ വയലൻസിന്റെ ഒരു ട്രെൻഡാണല്ലോ. അത് ഒന്നുമില്ലാത്ത, അങ്ങനെ ഈ തലക്കടിച്ച് കൊല്ലുക, അങ്ങനെ ഗർഭിണികളെ ഇത് ചെയ്യാന്നുള്ള അതൊന്നുമില്ല. പരിപാടിയൊന്നും ഇല്ലാത്തൊരു ഫിലിം. ബട്ട് വെരി ആക്ഷൻ ബേസ്ഡ് ത്രില്ലർ, ഫാസ്റ്റ് പേസ്ഡ്. ഈ പറയണ പോലെ പിടിക്കപ്പെടാതിരിക്കുമോ എന്നുള്ള എൻ്റെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ്. നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നതാണ്, നമുക്കൊരു ആകാംക്ഷ തരുവാണല്ലോ. ഗ്രിപ്പിംഗ് സീക്വൻസസ് ഉണ്ട് ഒത്തിരി. മമ്മൂക്ക, ഗൗതം സാറ് ഉള്ളൊരു
കോമോ അതാണ് നമ്മളെ അട്രാക്ട് ചെയ്തൊരു മെയിൻ ഘടകം. അല്ല, ഗൗതം സാറ് ഡൊമിനിക്കിൻ്റെ ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാനുമായിട്ട് ഇരുന്നപ്പോഴും അദ്ദേഹം പറഞ്ഞ ബസൂക്കയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അതിനകത്തുണ്ട് നല്ല വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മമ്മൂക്കാനെ വെച്ച് ഇനി ഒരു 10 സിനിമയെങ്കിലും എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞു. അത്രമാത്രം അവർ തമ്മിലുള്ള അടുപ്പം അതിനകത്ത് കാണിക്കും. ഇപ്പം സിദ്ധാർത്ഥാണെങ്കിലും പറഞ്ഞത് മമ്മൂക്കായുടെ കൂടെ ആദ്യം ഡയലോഗ് പറഞ്ഞ ഈ സിനിമ, പിന്നീട് അടുത്ത സിനിമയ്ക്ക് ഒന്നും കൂടെ എളുപ്പമായി. മമ്മൂക്ക അങ്ങനെയാണ്, ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ മമ്മൂക്ക വളരെ ഫ്രീ ആണ് അല്ലേ? അതെ അതെ, അടുക്കുന്നതിന് മുന്നേ ഒക്കെ ഉള്ളൊരു ചെറിയ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇറ്റ്സ് എ വെരി കൺസിഡറേറ്റ് മാൻ, വെരി കൺസിഡറേറ്റ് മാൻ. കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു മനുഷ്യൻ. നമ്മൾ പറയുന്നത് പുള്ളിയുടേതായിട്ടുള്ള ഒരു സാധനമോ പരിപാടിയൊന്നുമില്ല. ഈ കുറച്ചൊന്ന് ഗമയായിട്ട് നിൽക്കും. അത് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അടുക്കാതിരിക്കാനായിരിക്കും. അത് കറക്റ്റാണല്ലോ, എല്ലാവരും അങ്ങനെ എടുക്കണ്ട. അതെ. ആഫ്റ്റർ ദാറ്റ് ഈ ദിവ്യ മുന്നേ പറഞ്ഞ പോലെ ഒരു ആക്ടറിനെ സമമായിട്ട് കാണും. എത്ര സീനിയറോ ജൂനിയറോ ഒന്നല്ല, ക്യാമറയുടെ മുമ്പിൽ വന്നാൽ സമമായിട്ട്. അതായത് നീ മര്യാദയ്ക്ക് അഭിനയിച്ച് തീർത്താലേ ഈ ടേക്ക് പോകുള്ളൂ, ഞാനും അതുവരെ ചെയ്യേണ്ടി വരും, സോ നീ മര്യാദയ്ക്ക് ചെയ്തോളായിട്ട് അത് വളരെ നല്ല രീതിക്ക് നമ്മുടെ അടുത്ത് പ്രസന്റ് ചെയ്യുകയും അത് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഈസ് എ ഗ്രേറ്റ് മാൻ. ഈ 2 സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി മമ്മൂക്ക. നമ്മൾ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ മമ്മൂക്ക ഒരു തൃപ്തനാണെന്ന് നമുക്ക് മമ്മൂക്കയുടെ മുഖത്ത് നോക്കി ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മുഖഭാവം എന്തായിരിക്കും മമ്മൂക്കയുടെ? മുഖഭാവം സന്തോഷത്തിൻ്റെ മുഖഭാവമായിരിക്കില്ല, അല്ലാതെ വേറെ ആയിരിക്കില്ലല്ലോ. അത് സംഭവം ഇവരൊക്കെ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ്. ഇവരിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അമ്മേനെയും കൂടെ ചേർത്തിട്ടാണ്. ഇവരൊക്കെ ഈ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു 2 ടേക്ക് ആർട്ടിസ്റ്റ് ആണ്. സോ എത്ര വേണമെങ്കിലും റിഹേഴ്സൽസ് ചെയ്തെല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്ത് ടേക്ക് എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് മാറും. അതൊരു പെർഫോമൻസ് പറയും. അപ്പോൾ ആ ഫസ്റ്റ് ടേക്കിലോ സെക്കൻഡ് ടേക്കിലോ നമ്മളും കൂടെ ഉള്ള പരിപാടിയാണെങ്കിൽ അതിലേക്ക് എത്തിക്കണം. അല്ലാതെ അവിടെ ഇത് ചെയ്താൽ ചിലപ്പോൾ ഈ പറഞ്ഞ മുഖഭാവമൊക്കെ മാറും. അപ്പോൾ അത് അതിന് മുന്നേ റിഹേഴ്സൽസ് ചെയ്യാം. 5 or 7 റിഹേഴ്സൽസ് യു ഡു, ദെൻ വി ഡു ദ ടേക്ക്, ബട്ട് ഡു ദ ടേക്ക് പ്രോപ്പർലി. അതിൻ്റെ ഒരു ഇതുണ്ട്. നമുക്ക് വന്നിരിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. നമുക്ക് അതൊരു കുറച്ചൊരു ഓൾഡ് സ്കൂളിൻ്റെ ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് അന്ന് ഫിലിമിലായിരുന്നു. അപ്പോൾ ഈ ഫിലിം ഓടുന്നതിൻ്റെ തന്നെ ഒരു ശബ്ദമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൊത്തം എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആ ടേക്കിന് വേണ്ടി നിൽക്കുകയാണ്. ഈ ഫിലിമിനെ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു സാധനമുണ്ട്. ഈ ഫിലിം ആകെ 400 അടിയേ ഉള്ളൂ, അതിൽ ഇത്ര അടി എക്സ്പോസ് ചെയ്യണം. ഇത് തീർന്നു കഴിഞ്ഞാൽ അത് മദ്രാസി എന്ന് പറഞ്ഞു ലോട്ട് ഓഫ് ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. സോ ദർ വാസ് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ടേക്കിനേക്ക് എല്ലാവരുടെയും ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡിജിറ്റൽ സിനിമ നൗ വേർ യു ക്യാൻ കീപ്പ് ഓൺ എക്സ്പോസിങ്. റിഹേഴ്സൽസ് പോലും എക്സ്പോസ് ചെയ്യണം, സോ ദാറ്റ് ഇനി പത്ത് ഇതാണെങ്കിലും. അപ്പോൾ അതിനോടൊന്നും ഒരു ചെറിയൊരു അയവുണ്ട് മൊത്തത്തിൽ. ഈ മൂഡ് ഫിലിമിൽ വന്ന ആൾക്കാർക്ക് തീരെ വന്നിട്ടില്ല ഇപ്പോഴും. സോ സ്റ്റിൽ ദേ വുഡ് ആ ഫസ്റ്റ് ടേക്ക് അതൊരു അങ്ങനത്തെ മൂഡിലാണ് അവർ അപ്രോച്ച് ചെയ്യണം. പിന്നെ ഇതിപ്പോൾ സിദ്ധു പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു ടേക്കിലായിരിക്കും ചിലപ്പോൾ ആ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല. മമ്മൂക്ക പറയും. ഇപ്പം എനിക്കൊണ്ട് ബസൂക്കയിലും മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എടുക്കെന്ന് പറയും. എന്നുവെച്ചാൽ ആ ടൈമിൽ കിട്ടുന്ന ആ ഒരു മോമെന്റ് ഓഫ് ആക്ടിങ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ 2-3 ടേക്ക് കഴിയുമ്പോൾ അത് ചിലപ്പോൾ കിട്ടില്ല. അതും പ്രഷ്യസ് ആണ്. അതുകൊണ്ടാണ് അവര് കൂടെ ഉള്ളവരും അതിനനുസരിച്ച് നമ്മളുടെ തെറ്റ് മൂലം പിന്നെയും അവരത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ആക്ടിങ് ഇത് പോവുക സ്കില്ല്. അതെ, എനിക്കൊന്ന് 2 പേര് ഇതിനകത്ത് ഡയറക്ഷനും അഭിനയവും ഉണ്ട്. 2 മക്കൾ, നമുക്ക് ഏറ്റവും നല്ല സ്ക്രിപ്റ്റുള്ള 2 പേരുടെ മക്കളാണ് നിങ്ങളുള്ള. മമ്മൂക്കയായിട്ട് നിങ്ങൾക്ക് നേരത്തെ ചെറുപ്പത്തിൽ തൊട്ടുള്ള മമ്മൂക്കയെ അറിയാവുന്ന ആളുകളാണ്. ലൊക്കേഷനിലൊക്കെ അച്ഛനോടെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. 2 സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ഈ സിനിമയിലേക്ക് വന്നപ്പം കഥ പറയാൻ ജസ്റ്റ് ആണല്ലോ അല്ലേ? അല്ല, അനുജനല്ലേ? അനുജൻ, ശരിയാണല്ലോ. അനുജൻ കഥ പറയാൻ പോയിട്ട് പിന്നീട് വീട്ടിൽ വന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, മമ്മൂക്കയെ കഥ കേൾപ്പിച്ചു. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, ഓർത്തെടുക്കുന്നുണ്ടോ? അത് മമ്മൂക്ക ഈ കൂടുതലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ. അതുപോലെ പുതിയ ആൾക്കാർക്ക് അവസരം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്നൊരു നടൻ മമ്മൂക്ക തന്നെയാണ്. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇതുപോലെ പുതുമയുള്ള കുറേ സബ്ജക്റ്റുകൾ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് പെട്ടെന്ന് അത് ക്ലിക്കാവും. ഈ ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് സംഭവം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ അതാണ് പുള്ളിക്ക് ഏറ്റവും ക്യാച്ചിങ് ആയത്. പിന്നെ ഡീനോ ഇത് ടോട്ടലി ഇത് ഫുൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അവനത് പറയുമ്പോൾ അവനടുത്തുള്ള ഒരു കോൺഫിഡൻറ്റ് വേറെ ആർക്കും കഴിയില്ല. അതാണ് ആ ക്ലിപ്പ് വരുന്നത്. കാര്യം അവൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്ന് മമ്മൂക്ക പറയാൻ തന്നെ കാരണം അവൻ്റെ ആ ഒരു സബ്ജക്റ്റിനോടുള്ള കോൺഫിഡൻസും അവൻ ആ അത്രയും A to Z കാര്യങ്ങൾ അവന് മമ്മൂക്ക ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസേഴ്സ് അവൻ അപ്പം തന്നെ കൊടുത്തു. ഇതാണ് അതിൻ്റെ റീസൺ, ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഷോട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം സിനിമയിലുള്ളത്.
അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സബ്ജക്റ്റ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയാണ് ഡീനോ പോയത്, വേറെ ആരെങ്കിലും കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കാനാണ് പോയത്. മമ്മൂക്ക പറഞ്ഞു അത് നീ തന്നെ അത് കൺസീവ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാര്യം വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലുള്ള കുറച്ച് എലമെൻസോ അല്ലെങ്കിൽ അത്രയും ചിലപ്പോൾ അവർ കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് കാരണം അവൻ തന്നെ അങ്ങനെ അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു ഡയറക്ടർ എന്നുള്ള ഇത്. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും. കാര്യം ഫസ്റ്റ് പടം മമ്മൂക്കനെ പോലത്തെ ഒരാളും, അതുപോലെ മമ്മൂക്കയാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക ഇപ്പോഴത്തെ സൂപ്പർ ഡയറക്ടേഴ്സിന് കൊണ്ടുവന്നൊരു ഒത്തിരി ആളുകളെ കൊണ്ടുവന്നല്ലോ. മമ്മൂക്ക അതിനൊരു മടി കാണിക്കാത്തൊരു വ്യക്തിയാണല്ലോ. അതൊരു ഭാഗ്യമായിട്ട് തന്നെ കിട്ടുന്ന സിനിമകൾ നല്ലതായി മാറുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറൊരു നടനും ഇത്രയും പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. കാര്യം മമ്മൂക്ക കൊടുത്ത അത്രയും പുതിയ വാഗ്ദാനമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ തന്നെ ഒത്തിരി നല്ല ഡയറക്ടേഴ്സ്, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സ് എല്ലാം മലയാളത്തിൽ തന്നെയുള്ള, അതും മമ്മൂക്ക കണ്ടുപിടിച്ച സൃഷ്ടികളാണ്. അനിയൻ്റെ ഡയറക്ഷനിൽ ചേട്ടൻ അഭിനയിക്കുന്നു മമ്മൂക്കായുടെ ഒപ്പം. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ശരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വേറൊരു ഡയറക്ടറിൻ്റെ പടത്തിൽ പോയി അഭിനയിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു സ്വന്തം അനിയൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻസ് ഒത്തിരി ഹൈ ആയിരിക്കും. എന്ന് വെച്ചാലും വേറൊരു ഡയറക്ടർ ആണെങ്കിൽ ചെന്ന് ഇത് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ചേട്ടൻ അഭിനയിക്കുമ്പോൾ അത് മോശമായി കഴിഞ്ഞാൽ, അത് ക്യാരക്ടർ കൊളമാക്കി കഴിഞ്ഞാൽ അത് എത്രത്തോളം ആവുന്നുള്ള ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ, അത് വളരെയധികം അവനും ടെൻഷൻ. ഇല്ല ഒരിക്കലും ഇല്ല. കാര്യം അഭിനയിക്കാൻ വന്ന സമയത്തും അവൻ ഭയങ്കര ഇതായിരുന്നു, ടെൻഷനായിരുന്നു. കാര്യം എങ്ങനെ ആവും, വന്ന് അരി വെക്കുമോ അല്ലെങ്കിൽ തോമക്കൽ പഞ്ചായത്താവും, മറ്റേ 10-20 ടേക്ക് പോവോ. അപ്പോൾ ഞാനും അതുപോലെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. കാര്യം ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഒരു റീ എൻട്രി ആണ്, അതും അനിയൻ്റെ പടത്തിൽ കൂടി മമ്മൂക്ക നായകൻ പടം. അപ്പോൾ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് സിനിമ, അപ്പോൾ നമ്മളത് അത്രത്തോളം സീരിയസ്നെസ് ആയി കൊടുക്കണം. അപ്പം അങ്ങനെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കൂടെയൊക്കെ സീൻ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ അഭിനയിച്ചെന്നുള്ള കാര്യം ദൈവം തമ്പുരാൻ അറിയാം. ഇനി പ്രേക്ഷകർ പറയട്ടെ എങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ പറഞ്ഞോളും 10-ാം തീയതി കറക്റ്റ് ആദ്യത്തെ ഷോ ആകുമ്പോൾ എഴുതിക്കോളും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പറയേണ്ടത് അതെപ്പോഴും അങ്ങനെ. ഞാനിപ്പോൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പറയണമെന്നില്ല. എപ്പോഴും തിയേറ്ററിൽ സിനിമ വരുമ്പോൾ കറക്റ്റ് നമുക്ക് റെസ്പോൺസ് കിട്ടത്തുള്ളൂ. എന്തായാലും നല്ലൊരു സിനിമയുടെ റീ എൻട്രി എന്ന് വെച്ചാൽ മമ്മൂക്കാടെ കൂടെ അനിയൻ ഡയറക്ടറിന് സിനിമയിലേക്ക് വരാൻ പറ്റി. അത് തന്നെ ഒരു ഭാഗ്യമാണ്. അത് മമ്മൂക്കാടെ കൂടെ തന്നെ വരാൻ പറ്റി. അച്ഛനുമായിട്ടൊക്കെ ആത്മാർത്ഥ കണക്ഷൻ ഉണ്ടായിരുന്നു മമ്മൂക്കാടെ കൂടെ തന്നെ. ഇതുവരെ ചെയ്യാൻ പറ്റാത്തൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അത് വലിയ ഭാഗ്യം തന്നെയാണ്. എങ്ങനെയാണ് ഈ സിനിമ എത്താൻ ഒരു കാരണം, ഈ മമ്മൂക്കാടെ യാത്രയിലൂടെ ഒന്ന് പങ്കാളിയാകാൻ? ദീനുവാണ് കോണ്ടാക്ട് ചെയ്തത്. ഈ സിനിമ ക്യാരക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇറ്റ്സ് ലൈക്ക് ഒരു വൈറ്റൽ, അങ്ങനെ ത്രൂ ഔട്ട് ഫിലിമിൽ അങ്ങനത്തെ ഒരു അല്ല. എൻ്റെ അടുത്ത് ഒരു വൈറ്റൽ പോർഷനാണ്, വൈറ്റൽ ക്യാരക്ടറാണ്. ഗൗതം വാസുദേവ് സാറിൻ്റെ വൈഫായിട്ടാണ് എന്ന് പറഞ്ഞു. ഐ വാസ് ലൈക്ക് ഓ മൈ ഗാഡ്. പിന്നെ മമ്മൂക്കയുടെ ഞാൻ ആദ്യം ചോദിച്ചു മമ്മൂക്ക സാറായിട്ട് കോമ്പിനേഷൻ ഉണ്ടാവുമോ. ഒബ്വിയസ്ലി ദാറ്റ് ലൈക്ക് ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ. അപ്പോൾ പറഞ്ഞാണ്ട് യെസ് ഉണ്ടാവും. പിന്നെ ഗൗതം വാസുദേവ് സാറിൻ്റെ കൂടെ എൻ്റെ അമ്മേ. അപ്പോൾ നമുക്ക് ടെൻഷനാണല്ലോ, ബിക്കോസ് ഈസ് എ ഡയറക്ടർ ഇൻ ഹിംസെൽഫ്. അപ്പോൾ ഐ വാസ് ടെൻസ്ഡ്. ഒരു ടെൻഷന് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് നൈസ്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഗൗതം സാർ തന്നെ അവിടെ സിംഗ് സൗണ്ടിൽ, ഞാൻ ആദ്യമായിട്ടാണ് സിംഗ് സൗണ്ടിൽ ചെയ്യണേ. അപ്പോൾ അത് മമ്മൂക്കയുടെ കൂടെ സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് ദൈവമേ, ഞാൻ മലയാളം പ്രൊഫസറാണ് ഈ സിനിമയിൽ. ദിവ്യ ഈ സിംഗ് സൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴോ, ഈ സിംഗ് സൗണ്ടിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം ഓഫ് ചെയ്ത് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ പറയുന്ന മാത്രം ഈ 10-100 പേര് ഈ ലൊക്കേഷനിലുള്ള ആർട്ടിസ്റ്റ് അടക്കം എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ് വിഴുങ്ങി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അവര് അപ്പം തന്നെ ആർട്ടിസ്റ്റിന് ഇപ്പോൾ മമ്മൂക്കനെ പോലത്തെ സീൻ, ഇപ്പോൾ ഗൗതം സാറാണെങ്കിലും അവർ പുറത്തൊക്കെ കാണിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ പിന്നെ അടുത്ത ടേക്ക് അത്. അപ്പം അങ്ങനെ ആ ഒരു അല്ല, ഈ മലയാളം പ്രൊഫസറായിട്ട് ഉള്ള ആ സീനൊന്നും ഇപ്പോൾ ഞാനിപ്പോ ചിന്തിക്കുക കേട്ടോ. അധികം അവര് അങ്ങനെ ഒരു മലയാളം ക്ലാസ് എടുക്കുന്നതായിട്ടൊന്നുമില്ല. ഞാൻ പെട്ടുപോയേനെ, ഞാൻ നന്നായിട്ട് പെട്ടുപോയേനെ. പക്ഷെ ഇത് കുഴപ്പമില്ല. എന്നാലും
നമ്മൾ നല്ല സ്ഫുടതയോടെ സംസാരിക്കണമല്ലോ. അതൊക്കെ വന്നോന്ന് ഞങ്ങൾ വന്നു. നോക്കട്ടെ. അയ്യോ വരും വരുന്നേക്കണേ ദൈവമേ. അപ്പോൾ അന്നേരം ആ സീനിൽ ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എത്ര പഠിച്ചാലും ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡ് നോക്കുമ്പോൾ ഗൗതം സർ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വാട്ട് മാൻ ദിസ് ഇസ് ലൈക്ക് ദിസ് ഇസ് മലയാളം. ഐ ഹാവ് ടു സേ ഓൾ ദിസ് ബിഗ് ലൈൻസ് ഇൻ മലയാളം. ദിനുനെ നോക്കും. അപ്പോൾ ഐ എം ലൈക്ക് ഓക്കെ, ഓ ടെൻഷൻ ഉണ്ട്. അതല്ല, ഇത്രേ വലിയ പുലിയായിട്ടും അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മലയാളം അത്രയും ഫ്ലുവൻ്റ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെയാണോ? അങ്ങനെ അവർ പറയുമ്പോൾ മലയാളി ആക്ട്രസ് നന്നായിട്ട്, അതും മലയാളം പ്രൊഫസർ ഇപ്പം നല്ല ഇതായിട്ട് തന്നെ പറയണ്ടേ. പക്ഷെ പറഞ്ഞു മലയാളം പ്രൊഫസർ എന്ന് പറയാതെ മലയാളം ആരാണെന്ന് മലയാളത്തിൽ പറഞ്ഞേ പ്രൊഫസർ പറ്റിട്ടൊന്ന്. എന്താണ് അധ്യാപിക അല്ല, ഒന്ന് അടുപ്പിച്ച് 5 പ്രാവശ്യം പറയാം. എന്റെ ദൈവമേ, പഠിപ്പിച്ചാ പോരെ? അതന്നെ പഠിപ്പിച്ചാ പോരെ. ആവശ്യമുള്ളവർ പഠിച്ചോളൂ. പഠിച്ചത് ഇങ്ങനെയാണ് ഡയലോഗ് പഠിച്ച കുട്ടി. അതെ, ഇങ്ങനെയാണ് പഠിച്ചതല്ലേ? ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട വന്നു. സിദ്ധാർത്ഥം പഠിപ്പിച്ചു തന്നെ. ഞാൻ കോംബോ വലുതായിട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കലൊക്കെ അപ്പൊ ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ സിദ്ധാർത്ഥേട്ടനെ കണ്ടത് ഒരു ബോണസാ. എന്റെ കോമ്പിനേഷൻ സീൻസ് എന്ന് പറയുന്നത് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് മമ്മൂക്ക, ഗൗതം വാസുദേവ് സർ, പിന്നെ സിദ്ധാർത്ഥൻ ചേട്ടനുണ്ടായിരുന്നു ഒരു സീനില്. പിന്നെ വശിഷ്ഠ് മോനായിരുന്നു ഉള്ളത്, മോനായിട്ടാണ് എൻ്റെ ഈ സിനിമയിൽ. അപ്പോൾ പക്ഷെ വെറ്ററൻസ് എല്ലാവരും അത് പറയാലോ, ഡയറക്ടറും കൂടെയാണ്, ആക്ടറാണ്. നമ്മൾ സിനിമയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ഇതാണ്. 3 പേരും അതുപോലെ തന്നെ ചെറുപ്പത്തില് നമ്മൾ അങ്ങനല്ല, അങ്ങനല്ല. ഞാൻ അല്ല, ലൊക്കേഷനിൽ വന്നപ്പോ തൊട്ടേ കുഞ്ഞിലെ കണ്ടാണ്, ഞങ്ങളെ കുഞ്ഞിലെ കണ്ടാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോ എന്നെക്കാളും പ്രായമുണ്ട്. അത് ഞാൻ വിശ്വസിക്കില്ല. അല്ല, ആവശ്യത്തിന് തന്നു നോക്കിയതാ, കേൾക്കുന്നില്ല. സിദ്ധാർത്ഥന്റെ കാര്യം നമ്മള് പറഞ്ഞു വെച്ചു. അതെ, നമ്മള് അതെനിക്ക് വിജയ് ചേട്ടനോട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ നൂല് മാത്രമേ ഉണ്ടല്ല. അപ്പൊ അത് ഞാൻ ചെറുപ്പത്തിൽ തന്നെ കണ്ടത്. ഞാനും അതെ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു. ഞാൻ 7th. നിങ്ങൾ ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? അല്ല സിദ്ധു, അപ്പൊ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതെ അതെ അതെ. ഐ മീൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ അധികം വി ഡിഡ്ന്റ് ഹാവ് എ എക്സ്റ്റെൻഡഡ് ഒരു സീൻ അല്ലായിരുന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് ചേർത്തലേന്ന് എറണാകുളത്ത് നമ്മൾ ഒരു വണ്ടിയിലായിരുന്നു. അന്നേരം നമ്മൾ വി സ്പോക്ക് എ ലോട്ട് അബൌട്ട് മൂവീസ്, സിനിമയെ പറ്റിയൊക്കെ കുറിച്ചുള്ള സംസാരങ്ങളായിരുന്നു അല്ലേ? രേഖാചിത്രം ഹിറ്റടിച്ച് നിന്ന് പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത്, ലോകമെമ്പാടുള്ളവർ ഏറ്റെടുത്ത് അടുത്തൊരു സൂപ്പർ സിനിമയിലേക്ക് വീണ്ടും വരുന്നു, മമ്മൂക്കാട് സിനിമയിലേക്ക്. എങ്ങനെയുണ്ട്? നമുക്ക് നല്ലതാണ്. നിങ്ങളെങ്ങനെയാണെന്ന് പറയണം. ഉറപ്പായിട്ടും നമ്മൾ പറയുമല്ലോ. അതെ, ഈ ഒരു ജേർണി നല്ലതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബസൂക്കയ്ക്ക് ശേഷമാണ് രേഖാചിത്രം ചെയ്യുന്നത്. അപ്പം അതിലും മമ്മൂട്ടി സാറിന്റെ പ്രസൻസ് ഉണ്ട്. മമ്മൂട്ടി സാർ അല്ലെങ്കിൽ ആക്ച്വലി ആ പടം, മമ്മൂട്ടി ചേട്ടൻ അല്ലെങ്കിൽ പടം ഇല്ല രേഖാചിത്രം. മമ്മൂട്ടി സാറിന്റെ പ്രസൻസ് ഉള്ളതും മറ്റേത് മമ്മൂട്ടി സാറിന്റെ തന്നെ ആ സിനിമ ആവുന്ന സമയത്ത് വളരെയധികം സന്തോഷം. ഞാൻ പറയുന്നുണ്ടെങ്കിൽ മമ്മൂട്ടി സാറിന്റെ അടുത്തൊരു സിനിമ കൂടി ആക്കിയാൽ എനിക്ക് ഹാട്രിക് അടിക്കാന്നുള്ളത്. 3 മമ്മൂട്ടി സാർ സിനിമയായിട്ടും എല്ലാം പ്ലാൻഡ് ആണ്. അടുത്ത ചാട്ട്, അടുത്ത മമ്മൂട്ടി സാറിന് ഹാട്രിക്, പിന്നെ അടുത്ത, അങ്ങനെ എല്ലാം പ്ലാൻഡ്. അങ്ങനെ സംഭവിച്ചതിൽ വളരെയധികം സന്തോഷം. ലുക്കിംഗ് ഫോർവേഡ്. നിങ്ങളെ പോലെ തന്നെ എങ്ങനെ ഉണ്ടാവും പടം. കാരണം ഒപ്റ്റിമിസ്റ്റിക്കായി ഡീൻ ചിന്തിച്ച് ചെയ്തൊരു സിനിമയാണ്. ഗെയിമിംഗ് എലമെന്റ്സ് ആഡ് ചെയ്ത് വൺ ഓഫ് ദി സ്റ്റൈലിഷ് മൂവീസ് ആയിട്ട് മലയാളത്തില് വരാൻ പോകുന്ന മമ്മൂട്ടി സാറിന്റെ ഒരു ബെസ്റ്റ് സിനിമയാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതാവട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ പറഞ്ഞ സിംഗ് സൗണ്ട് ആദ്യമായിരിക്കുമല്ലോ അല്ലേ? അല്ല, മദനോത്സവം സിംഗ് സൗണ്ട് ആയിരുന്നു. അതിന് മുമ്പ്
ഏത് പടമായിരുന്നു? മദനോത്സവം. മദനോത്സവത്തിലുണ്ടായിരുന്നു, അതിൽ സിംഗ് സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ സിംഗ് സൗണ്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇല്ല. ഈ മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഇല്ലായിരുന്നു. ഇല്ല, അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരെണ്ണം ഉണ്ട്. അപ്പൊ മമ്മൂക്കാടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്. മമ്മൂക്കാടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, അല്ലെ വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയപ്പാടും ഒരു സ്നേഹത്തിന്റെ ഭയപ്പാടാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു സിറ്റുവേഷൻ ഓർക്കുവാണെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിടിക്കുന്നു. ഓർക്കാൻ പറ്റില്ല. ബ്ലാങ്ക്. പുള്ളി വരുന്നു, നമുക്ക് സീൻ പറയാൻ പറ്റില്ല. ഞാൻ പരിചയപ്പെട്ടില്ല. പുള്ളി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പൊ എന്റെ മനസ്സിൽ മറ്റേ വേദനിക്കുന്ന കോടീശ്വര ശങ്കർദാസ് ഇതൊക്കെ ഇങ്ങനെ മുന്നിൽ വെക്കുന്നത്. എന്നിട്ട് ഞാൻ പോയിട്ട് എന്റെ കുട്ടി ശങ്കരൻ എന്നൊക്കെ പറയാൻ. പക്ഷെ ബാമ പറഞ്ഞ സീനില് എനിക്ക് തോന്നുന്നു മാസ്ക് ആയെന്ന് തോന്നുന്നു അവിടെയുള്ള ആ സീനില്. എന്നിട്ട് മമ്മൂക്ക ചിമ്പൻ ബോഡി മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അവളെ കാണുന്നില്ല, അത്രയും ശ്രദ്ധിച്ചു. അവളെ ഫ്രെയിമിൽ കിട്ടുന്നില്ല, നിന്റെ ചിമ്പൻ ബോഡി മാറ്റി വെക്കുന്നു. എന്താ പറയാ, വളരെ കൺസിഡറേറ്റ് ചെയ്ത് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നൊരു ആളെത്തിയാണ്. അപ്പോ കണ്ടു. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ എന്തായാലും ആ ഒരു ഫിയറും സംഭവങ്ങളും ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ പുള്ളി അത് വളരെ ഈസിനെസ്സോടെ ഹാൻഡിൽ ചെയ്ത് നമ്മുടെ അടുത്ത് സംസാരിച്ച് ഭയങ്കര ചില്ലാക്കാൻ നോക്കി. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഒപ്പം നിൽക്കുന്നതാണ് പുള്ളി അത്രയും കംഫർട്ടബിൾ ആക്കുക ഹോൾ ടീം. ഈ സിദ്ധാർത്ഥ പറഞ്ഞൊരു മമ്മൂക്കാനെ കുറിച്ചാണ് നമ്മൾ ഈ സിനിമയും മമ്മൂക്കായെ കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കും. നമുക്ക് എന്തോരം പറഞ്ഞാലും മമ്മൂക്കാനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് തീരില്ല. എത്ര എപ്പിസോഡ് പോയാലും അതിനെ കുറിച്ച് പറയാനുണ്ടാവും. സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ പല ആളുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലേ, പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വേഷങ്ങളിലൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് സിദ്ധാർത്ഥിന് കിട്ടുന്നത്. ഇപ്പം അമ്മയെക്കുറിച്ച് നമ്മൾ ഓർത്തുപോയി. ഈ അന്നത്തെ കാലഘട്ടത്തിൽ അമ്മയെക്കുറിച്ച് നമ്മൾ ഓർത്തുപോയി. അമ്മയുണ്ടായിരുന്ന ഒരു യാത്രയും അമ്മയില്ലാത്തൊരു യാത്രയും കൂടുതൽ സിനിമയിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുടെ കൂടെയൊക്കെ യാത്രയുണ്ട്. അമ്മ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും, സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ഇങ്ങനെ വേറെ വേറെ ആളുകളുടെ കൂടെ യാത്ര ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ സിദ്ധാർത്ഥ് ചിന്തിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയില്ല. ബിക്കോസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് റിയാലിറ്റിയിൽ അമ്മയില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ പിന്നെ ഞാൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അമ്മയില്ല, അച്ഛനും ഇല്ല എന്നുള്ള അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ പേഴ്സണൽ ജേർണിയാണ്. അതിലേക്ക് എത്തുകയും ചെയ്തു. പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല ഇപ്പോൾ. സോ ഐ എം ഹിയർ. അമ്മയിൽ നിന്നും പല കാര്യങ്ങൾ, ലൊക്കേഷനും കാര്യങ്ങളും ഒരുപാട് ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പോയിട്ടുണ്ടല്ലേ. ഇപ്പോഴുള്ള യാത്രയിൽ ഈ പറഞ്ഞ അമ്മ അന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഓർക്കാറില്ലേ? ഒരു ലൊക്കേഷൻ പോകുമ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഈ ആക്ടറിന്റെ സാധനം ഞാൻ നിദ്ര ചെയ്യുന്ന സമയത്ത്, അമ്മ അഭിനയിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ടേക്ക് കഴിഞ്ഞിട്ട്, ഒരു പെർഫോമിങ് ടേക്ക് ആയിരുന്നു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് ഇത് എൻ്റെ അടുത്ത് ആദ്യം പറയണം. യു ഡു ഹൗ മെനി റിഹേഴ്സൽസ് യു വോണ്ട്, ഐ വിൽ കം ആൻഡ് ഡു ഇറ്റ്, ബട്ട് ഡു ടേക്ക് 1-2 ചെയ്യാൻ പാടില്ല. അതിൻ്റെ മുകളിൽ ചെയ്യില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ വന്നത് വീണ്ടും വരണം എന്നില്ല. സോ ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ളതിൻ്റെ ഒരു സാധനം. അത് ഞാൻ ഇന്ന് വരിക്കും ഞാൻ ചെയ്യുന്ന സിനിമകളിൽ അത്തരം റിഹേഴ്സൽസ് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ദ ഫോക്കസ് പുള്ളോ, ഐ ഗിവ് എം എ റിഹേഴ്സൽ ഓഫ് വെയർ മൈ ആർട്ടിസ്റ്റ് കംസ് ആൻഡ് സ്റ്റാൻഡ്സ് ആൻഡ് ഓൾ. കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ടേക്കിലേക്ക് പോവുക. ആൻഡ് ഒബ്വിയസ്ലി എനിക്ക് 2 ടേക്കിൻ്റെ മുകളിൽ പോകാറുമില്ല. ആൻഡ് ഈവൻ ആസ് എൻ ആക്ടർ വെൻ ഐ എം ഗോയിങ് ദർ ഐ വിൽ ട്രൈ ആൻഡ് പുഷ് ഇറ്റ്, റിഹേഴ്സൽ ഇത് ചെയ്ത് മനസ്സിലാക്കി. തന്നെ അത് മമ്മൂക്കയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ആ റിഹേഴ്സൽസിൻ്റെ വാല്യൂം, ഹൗ ഹീസ് ഡൂയിങ് ഇറ്റ് എന്നുള്ളത് മനസ്സിലാവും. സോ ഐ സ്റ്റിൽ ഫോളോ ദാറ്റ്. കൃത്യമാണ്. അന്നത്തെ ഓർമ്മയിൽ നിന്നും അന്നൊന്ന് പറഞ്ഞു തന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാനും പറ്റും. നമ്മൾക്കത് തിരിച്ചറിഞ്ഞത് തന്നെ. നമ്മൾ മേ ബി അത് ആലോചിക്കുക പോലും ഇല്ല അതിൻ്റെ കാര്യം. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു തന്നപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞു. ദെൻ വി സ്റ്റാർട്ടഡ് ഫോളോയിങ് ഇറ്റ്. എന്ന് 2011 കണ്ട് പറഞ്ഞത്, 15 കൊല്ലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അല്ല, അത് വലിയൊരു കാര്യം. എല്ലാവർക്കും ഒരു മാതൃകയാണല്ലോ അതെ. ഇപ്പം സിദ്ധാർത്ഥ് പറയുമ്പോൾ ഇവർക്കും ഒരു മാതൃകയാണ്, കേട്ടിട്ടില്ല, ഇവർക്കും ഒരു മാതൃകയാണ്. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഒരു പുതിയ വരുന്ന ആർട്ടിസ്റ്റുകൾക്കെല്ലാം ഒരു മാതൃക പോലെയാണല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞത്. അന്ന് 2010 അമ്മ പറഞ്ഞു അതിപ്പോഴും ഫോളോ ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എളുപ്പമാവുന്ന ഒരു സംഭവമാണ്. ഈ മമ്മൂക്ക ആ ഗ്രൂപ്പിൽ ഉണ്ടായ എല്ലാ ആക്ടേഴ്സും, മമ്മൂക്ക, ലാലേട്ടൻ, മുകേഷ് ഏട്ടൻ, എവ്രിബഡി വി ആർ ഹാവിങ് ദിസ് എന്നുള്ളത് നമുക്കപ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഈ ഫിലിമിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നപ്പോൾ എവ്രിബഡി അപ്രോച്ച്ഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ബട്ട് ഇപ്പം ഞങ്ങളുടെ ജനറേഷനിലോ അല്ലെങ്കിൽ ഞങ്ങൾ താഴെയുള്ള ജനറേഷനോ ഇങ്ങനെയല്ല അപ്രോച്ച് ചെയ്യണത്. ദേ വിൽ ട്രൈ ആൻഡ് ഡു ഇറ്റ്. അത് അവരെ കുറ്റം പറയണമല്ല കേട്ടോ, അവർക്കത് അറിയാത്തതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാനത് 2011 അമ്മയുടെ കൂടെ വർക്ക് ചെയ്യണവരെ ഞാനത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ. ആർട്ടിസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത്. സോ ജസ്റ്റ് ദ സെയിം. അല്ല, ഇത് പറയുമ്പോഴാണ് സിദ്ദീഖിനെ കുറിച്ച് പൊതുവെ സിദ്ദീഖ ഒന്ന് മാറി ജസ്റ്റ് സ്ക്രിപ്റ്റ് ഒന്ന് നോക്കുന്നതല്ലാതെ ഒന്ന് വായിച്ചു നോക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല എന്ന് പറയുന്നത് ഞാനും കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ. അതെ അതിലങ്ങ് കിട്ടുന്നത്
ശക്തിയും ഭയങ്കരമായിട്ടാണ്. ആൻഡ് ആ സീനിലേക്ക് അദ്ദേഹം വരുന്നതും വല്ലാത്തൊരു, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ. അതെ, ഈ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പറയണം, എന്ത് പോസ് എവിടെ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഡിസൈൻ ചെയ്ത് അവരത് ഒറ്റ ഷോട്ടിൽ വേണമെങ്കിൽ തരും. പക്ഷെ 2-3 റിഹേഴ്സൽ കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊക്കെ മാറി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രിപ്റ്റ് നോക്കുന്നതല്ലാതെ അവിടെ വന്നു നിന്നാൽ ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ പറഞ്ഞ പോലെ ഒരു സാധനമാണ്. മമ്മൂക്കയിലും ഞാനത് ശ്രദ്ധിച്ചു. മമ്മൂക്കായിലുണ്ട്. ബ്രഹ്മയുഗത്തിലൊക്കെ പുള്ളി വന്നിരിക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇതുണ്ട് കയ്യിൽ, ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ വന്നിട്ട് ഒരു ഒറ്റ പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ പ്രിപ്പറേഷനൊക്കെ എപ്പോഴാണെന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചു പോകും. ഇപ്പം ഞാൻ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ നമ്മളൊക്കെ ലൈൻസ് കിട്ടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു പ്രിപ്പയർ ചെയ്യണതാണ്. പുള്ളി അങ്ങനെ ചെയ്യുന്ന കാണുന്നില്ല നമ്മൾ. ഇല്ല, മറ്റേ കാരവനിൽ നിന്ന് ഇറങ്ങി ഒരു ഇതൊന്ന് നോക്കുക, ഓക്കെ റെഡി, പുള്ളി അതൊക്കെ ചെയ്യും. പ്രിപ്പറേഷൻ എവിടെയാണ് നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. കാരവനകത്തോ പുള്ളിയുടെ പേഴ്സണൽ സ്പേസിലോ നടക്കുന്നുണ്ടോ? അതുകൊണ്ടല്ല അവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ എക്സാക്ട്ലി ഇത്ര കാലം കഴിഞ്ഞും ഇഫ് ദേ ആർ ഡൂയിങ് ഇറ്റ്. ആ ഇത് നമ്മളെല്ലാവരും യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇംബൈബ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതെ. ഈ അച്ഛനുള്ള സമയത്ത് പല സിനിമകളിലെ ലൊക്കേഷനിലും പോയിട്ടുണ്ട്, ഓർമ്മകളുണ്ടല്ലോ. അച്ഛൻ ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ സ്ക്രിപ്റ്റുകൾ ഈ പറഞ്ഞ വലിയ ആർട്ടിസ്റ്റുകൾ ഒന്നും നോക്കി പോകുന്നല്ലോ. അപ്പം അച്ഛൻ്റെ മനസ്സിൽ ഒരു ഐഡിയ കിടക്കുവാണ് അല്ലേ, അച്ഛന് ഒരു ഐഡിയ കിടപ്പുണ്ടാവും. അങ്ങനെ ഒരു അച്ഛൻ പിന്നീട് നിങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പോയിൻ്റാണ് ഓർത്തെടുക്കുകയാണെങ്കിൽ കുറേ ആർട്ടിസ്റ്റുകളുടെ പേര് അച്ഛൻ പറയാറുണ്ടോ? അങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ ആരെ പറയായിരുന്നു? അങ്ങനെ ആർട്ടിസ്റ്റുകളുടെ പേര് ഇപ്പോൾ അങ്ങനെ ഓർത്തെടുക്കാനുള്ള അങ്ങനെ ഡാഡി കൂടുതലും വീട്ടിൽ വരുമ്പോൾ ഫാമിലി കംപ്ലീറ്റ്ലി ഒരു ഫാമിലി മാനാണ്. കാര്യം സിനിമ വേറെ ഫാമിലി വേറെ അങ്ങനെ കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് ഡാഡി. പിന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയും. ഇപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ജഗദീഷ് ചേട്ടനൊക്കെ ഒരു 3-4 പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്കിരുന്ന് ഫുൾ പഠിച്ച് അങ്ങ് അലക്കും എന്ന് പറയണം. അതൊക്കെ പുള്ളിയുടെ ഒരു പിന്നെ പുള്ളി ഒരു ഇത് കാരണം പുള്ളിക്ക് ആ ഒരു ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പുള്ളി അത് പെർഫെക്റ്റായിട്ട് പറയും. അതും ക്ലാരിറ്റിയോടെ പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജഗദീഷ് ചേട്ടൻ. അതുപോലെ ഇപ്പോൾ സിദ്ദിഖിക്ക പുള്ളിയും ഡയറക്ടറെ കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സിദ്ദിഖിക്ക ഇതുപോലെയൊക്കെ തന്നെ ഭയങ്കര പുള്ളിയും ഇതാണ് ഭയങ്കര അവർക്കൊക്കെ ഒരു ഏജാണ് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, നല്ല ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നൊക്കെ ഉള്ള പണ്ട് തൊട്ടേ സിദ്ദിഖിക്ക അതാണ് ഇപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിദ്ദിഖിക്കൊക്കെ ഇപ്പോഴും ഒരു പൈനിയേഴ്സായിട്ട് നിൽക്കുന്ന മലയാള സിനിമയിലെ ആർട്ടിസ്റ്റുകളുടെ പേരെടുത്തു കഴിഞ്ഞാൽ സിദ്ദിഖിക്കൊക്കെ എന്തായാലും വരും ഇപ്പോൾ. അപ്പോൾ അത് അങ്ങനെ വന്ന് പറയാറുണ്ട് ഇങ്ങനെ ചില ആർട്ടിസ്റ്റുകൾ ഇത് ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ചില പടങ്ങളിൽ കാണിക്കുന്നു, അത് പറയാറുണ്ട്. അച്ഛൻ്റെ സ്ക്രിപ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണോ? കുടുംബസമേതം. വേറെ പുള്ളിയുടെ ഒരു സാധനമേ അല്ല, ആ റൂട്ടേ അല്ലായിരുന്നു. എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ചെയ്യണം എന്നാണ്. അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് എക്സാക്ട്ലി വേറെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട്. എക്സാക്ട്ലി അത് എനിക്ക് തോന്നുന്നു കുടുംബസമേതം പൈതൃകമാണ് ഡാഡിയുടെ ആ സ്ഥിരം ജോണറിൽ നിന്ന് മാറി ചെയ്തേക്കുന്ന 2 സിനിമകൾ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ പണ്ട് 80 കാലഘട്ടങ്ങളിൽ പറയുമല്ലോ മമ്മൂട്ടി പെട്ടിക്കുട്ടി, അത് ഡാഡിയുടെ സ്ക്രിപ്റ്റിലായിരുന്നു. ബേബി ശാലിനി, മമ്മൂക്ക, സരിത, മറ്റേ അങ്ങനെ കുറേ പേരുണ്ടായല്ലോ ആർട്ടിസ്റ്റുകൾ. ആ ടൈമിൽ ആ ഒരു ഏറയായിരുന്നു. പിന്നെ മറ്റേ കോമഡി സിദ്ദിഖിക്ക, ജഗദീഷ് ഏട്ടൻ, അങ്ങനെ അവരെ വെച്ചിട്ട് കുറച്ച് കോമഡി സാധനങ്ങൾ ചെയ്തു. അപ്പം അതിൽ നിന്ന് മാറ്റി ചെയ്ത 2 സ്ക്രിപ്റ്റുകളാണ്. സ്റ്റേറ്റ് അവാർഡും കിട്ടി. അതെ 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 പൈതൃകം രണ്ടും വേറെ ഒരു സിനിമ. അത് തന്നെ ഇപ്പൊ മമ്മൂക്ക കാണിക്കുന്നു. മമ്മൂക്ക വേറെ സിനിമകൾ അതിന്റെ ഒരു ഉദാഹരണമാണ്. ടെന്നീസുകാരൻ്റെ ഒരു മാതൃകയാണ് മമ്മൂക്ക. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നു, മാറി മാറി സിനിമ എല്ലാ രൂപത്തിലും മമ്മൂക്ക ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അത് ഈ മലയാളത്തിൽ വേറൊരു നടനും ചെയ്തിട്ടില്ല. ഈ ലെവലിൽ നിൽക്കുന്ന ഒരു ആക്ടറിനാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. ആൻഡ് പുള്ളി പറഞ്ഞ പോലെ മാതൃകയായിട്ടുണ്ട് ഈ ലെവലിൽ എത്തുമ്പോൾ. ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇറ്റ്സ് വെരി എൻകറേജിങ് ഫോർ ലോഡ് ഓഫ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് സ്റ്റോറി ടെല്ലേഴ്സ്. പുള്ളിനെ പോലത്തെ ഒരു മെഗാസ്റ്റാറിനെ വെച്ചിട്ട് യു ക്യാൻ തിങ്ക് അബൌട്ട്, ബട്ട് ഇറ്റ് ഷുഡ് ബി റിയലി ഡിഫറെൻറ്റ്. ഈ സിനിമയിൽ വേറെയും കുറേ ആർട്ടിസ്റ്റുകളുണ്ടെന്ന് തോന്നുന്നു. അത് മമ്മൂക്ക എന്നൊരു വലിയൊരു ബിംബത്തിൻ്റെ കൂടെയാണ് നമ്മൾ കുറേ ആളുകൾ ഈ സിനിമയിൽ വരുന്നത്. പക്ഷെ അത്തരമൊരു സിനിമ പ്രേക്ഷകർ ഏത് രീതിക്ക് ഏറ്റെടുക്കും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. മമ്മൂക്കായാണ് ഈ സിനിമ. മമ്മൂക്കായിലേക്ക് വിശ്വാസം അർപ്പിച്ചാണ് ഈ സിനിമ വന്നത്. അതിനോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യണം.
ആ യാത്ര നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ടാവുമല്ലോ. ആ സിനിമ കാണുമ്പോൾ ഞാൻ ചെയ്ത കഥാപാത്രം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒരു ചോദ്യമായിട്ട് പോലും ഞാൻ ചെയ്ത കഥാപാത്രം ആളുകൾ മമ്മൂക്കാട് കൂടിയാണ് നിന്നത്, അതെങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ള ഭയപ്പാടുണ്ടാവുമോ? സ്റ്റാർട്ട്. നേരത്തെ സിദ്ധുവേട്ടൻ പറഞ്ഞ പോലെ ഒരാളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് ചെയ്യാന്നുള്ള രീതിയിൽ വെച്ച് എനിക്ക് പേഴ്സണലി നോക്കുമ്പോൾ എൻ്റെ കംഫർട്ട് സോൺ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയ ക്യാരക്ടറാണ് ഞാനിതിൽ പോർട്രേ ചെയ്തത്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ജേർണി ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻറ്റ് ഭയങ്കര ഡിഫിക്കൽട്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിന് മുന്നേ ഞാൻ ചെയ്ത് പടത്തുനിന്ന് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഫിലിമിൻ്റെ പാർട്ട് ആ ഒരു ജേർണിയിൽ നമ്മളുണ്ട് ഫ്രം ദ സ്റ്റാർട്ട്. ഇപ്പോൾ ത്രൂ ഔട്ട് നമ്മളെ പടത്തിൽ നമ്മൾ കാണിക്കണമെന്നില്ല, പക്ഷെ ഉള്ള പാട്ടിൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു പങ്ക് അതിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇറ്റ്സ് എ ഹ്യൂജ് ഫാക്ടർ. വേണ്ടോ പേടിച്ചു എനിക്ക് പേഴ്സണലി ഇതാണ് മമ്മൂക്കയായിട്ട് ആദ്യം അഭിനയിച്ച ഗൗതം വാസുദേവൻ എൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നത്. ഞാൻ അയാളുടെ ഫാൻ ബോയ് ആയിരുന്നു. ഞാൻ 12th പഠിക്കുമ്പോഴാണ് അങ്ങേരുടെ മിന്നലൊക്കെ വന്നത്. അപ്പോൾ ഒരു പുതിയ ടൈപ്പ് ഓഫ് സിനിമയും സാധനം അന്നേ നമ്മൾ ഡയറക്ഷൻ പരിപാടികൾ പ്ലാൻ ചെയ്യേണ്ടായിരുന്നു. ജയരാജേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ഓൾ വെരി ന്യൂ, ഗ്രൗണ്ട് ബ്രേക്കിംഗ്. അന്ന് കാണാൻ പറ്റിയില്ല, കാണാൻ ശ്രമങ്ങളുണ്ടായി, നടന്നില്ല. വർഷങ്ങൾക്ക് ശേഷം പുള്ളീനെ ഇതിൽ കിട്ടി. ഭയങ്കര ഫാൻ ബോയ് മൊമെൻ്റ് ആയിരുന്നു. സോ അത് ഡബിൾ ധമാക്ക മമ്മൂക്ക ആൻഡ് ഇത്. സോ ദാറ്റ്സ് ഓൾ വെരി പേഴ്സണൽ കാര്യം. പിന്നെ പ്രൊഫഷണലി ആണ് നിങ്ങൾ ചോദിച്ചപ്പോൾ വരുമ്പോൾ എങ്ങനെ ഇത് സ്വീകരിക്കും അതല്ലേ ചോദിച്ചത് ഈ ക്യാരക്ടറിനെ. അപ്പം ഇത് ബേസിക്കലി പടം ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. ഒരാളെ പിടിക്കാൻ നോക്കുന്നു, അയാൾ പിടിക്കപ്പെടാതെ നോക്കുന്നു. അപ്പോൾ അതിൽ ACP ആണ് ഗൗതം സാറിൻ്റെ വേഷം. പുള്ളിയുടെ ഒരു ടീമുണ്ട്, അതിലുള്ളവരാണ് ഡിനു, ഞാൻ, ബാബ. അപ്പോൾ ഒരു പോലീസുകാരൻ്റെ വേഷം ടു ദ മാക്സിമം ഡയറക്ടർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകർ സ്വീകരിക്കാതിരിക്കാൻ ഒരു കാരണം ഞാൻ കാണുന്നില്ല. അല്ല, അങ്ങനെ ഭയങ്കര ഒരു ഇതല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവരെ അങ്ങനെ കുറ്റപ്പെടുത്താനും മാത്രം ഈ ഗ്രൂപ്പിനെ ഇല്ല. സോ ഇറ്റ് വിൽ ബി ഫൈൻ. പേഴ്സണലി ആണ് കൂടുതലും ഗെയിൻസ് ഉള്ളത്. പ്രൊഫഷണൽ ഗെയിൻസ് പടം റിലീസായതിനു ശേഷം പറയാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. ഞാൻ ഏതോ ഒരു നാട്ടിൽ എവിടെയോ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആള് ഇവരെയൊക്കെ സിനിമയിൽ എന്നുവെച്ചാൽ ഇപ്പോൾ എൻ്റെ ലെഫ്റ്റും റൈറ്റിലും ഇരിക്കുന്ന ആൾക്കാരൊക്കെ സിനിമ ആയിരുന്നു അവരുടെ ജീവിതം. സിനിമയാണ് ജീവിതം, ചുറ്റിനും അത് കണ്ടിട്ടാണ് വളർന്നേക്കുന്നതും. ആൻഡ് യുനോ ആക്ടർ ആവണം, ഡയറക്ടർ ആവണം, സിനിമ ഇസ് ഇൻ ദെയർ ബ്ലഡ് അല്ലേ. എനിക്ക് അങ്ങനെ ഞാനൊരു കംപ്ലീറ്റ്ലി വേറെ ഒരു ലോകത്തിൽ നിന്ന് ഇവിടെ വന്ന് ഇങ്ങനെ മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ ചെയ്യണു, ആ ഒരു സീനിൽ അഭിനയിക്കുന്നു, ഇവരുടെയൊക്കെ കൂടെ ഞാനിവിടെ ഇരിക്കുന്നു. ഇറ്റ്സ് സ്റ്റിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാനും അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഇപ്പോഴും ഒരു കൗതുകം പോലെ തോന്നുന്ന ഒരു കാര്യമാണത്. ഏതോ ഒരു ദൈവാധീനത്തിൽ ഇവിടെയുണ്ട്, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. ഇതുപോലെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ, ഈവൻ ദിസ് മൂവി ഫോർ ദാറ്റ് മാറ്റർ, ഒരു ഭാഗമാവാൻ പറ്റുന്നു. ഇപ്പോൾ എത്ര പേരായിരിക്കും ഈ സിനിമ കാണുന്നത്? സോ അതിൻ്റെയൊക്കെ ഒരു ബ്ലെസ്സിങ് ഇസ് സംതിങ് എൽസ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് എപ്പോഴും എൻ്റെ മനസ്സിലാണ്. എനിക്ക് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. തീർച്ചയാണ് അത് വലിയൊരു എവിടെയോ. അതെ അതെ. അപ്പോൾ ആൾക്കാരത് ആക്സെപ്റ്റ് സിനിമ കുടുംബം സിനിമ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു. അതെ അതെ ശരിയാണ്. അതാണ് ഈ കുട്ടിക്കും ഉണ്ടല്ലേ ഇപ്പൊ ഈ പറഞ്ഞ ശ്രദ്ധിച്ചില്ല. അല്ല, സിനിമയെ മാത്രം സിദ്ധുവേട്ടൻ സംസാരിക്കുകയാണെങ്കിൽ കൂടുതലും സിദ്ധുവേട്ടൻ ഇസ് എ വെരി ഫൺ പേഴ്സൺ. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിദ്ധുവേട്ടന് സിനിമയെ പറ്റിയുള്ള നോളജ് നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിക്കാരൻ സംസാരിക്കുകയാണെങ്കിൽ ഓൺ എ സീരിയസ് നോട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സിദ്ധുവേട്ടൻ കൂടുതൽ പറയുന്നത് സിനിമയെ പറ്റി തന്നെയായിരിക്കും. പുള്ളിക്കാരന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ്, പുള്ളിക്കാരൻ ഒരു ടീനേജർ ആയ സമയത്ത് വേറെ ആൾക്കാരെ പോയി അസിസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസ്, അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് എല്ലാം അറിയാം. അതായത് ഇപ്പൊ ഒരു കാര്യത്തെ പറ്റി നമ്മൾ അറിയാതിരിക്കില്ല, എല്ലാം പോയി അറ്റൻഡ് ചെയ്യും. ആ ഒരു നോളജ് അതെന്താ അങ്ങനെ ഒരു ഇല്ല, ഒന്നുമില്ല. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ
ആ ചോദ്യം അതല്ലേ, വേറൊരു ക്യാരക്ടർ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ മാറി. ഇപ്പം മലയാളത്തിലെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ്. ഒരെണ്ണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ ലളിത ആൻറ്റിയൊക്കെ ചെയ്യണ പോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ് ആ ക്യാരക്ടർ, അത് ആ ക്യാരക്ടർ ആവും പുള്ളിക്കാരി. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ നല്ല പൈനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉള്ളത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ഏത് റോൾ വേണമെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു ഇറീപ്ലേസബിൾ ആയിട്ടുള്ള ആക്ടേഴ്സാണ് പപ്പു, ഡെഫിനറ്റ്ലി ശങ്കരാടി, ഒടിവിലി കൃഷ്ണൻ, എല്ലാവരും. അപ്പം മലയാളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സ്റ്റീരിയോ ടൈപ്പോ അല്ലെങ്കിൽ ഒരു ഇന്ന റോൾ ഇന്ന ആൾ, വക്കീലാണെങ്കിൽ ഇന്ന ആൾ, ഡോക്ടറാണെങ്കിൽ ഇന്ന ആൾ, അത് മലയാളത്തിൽ അത് എനിക്ക് തോന്നുന്നു അത് വർക്കാവില്ല. കാര്യം നമ്മൾ അത്രയും ഫ്ലെക്സിബിളോ അല്ലെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ചെയ്തില്ലെങ്കിൽ മലയാളത്തിലൊരു നല്ല ആർട്ടിസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബാക്കി അന്യഭാഷ സിനിമകളിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് മൊത്തം പഠിച്ച് നമ്മളത് ഫുൾ ഡയലോഗ് അതൊരു ഈവൻ വർക്ക്ഷോപ്പ് പോലും നടത്തും. ഒരു മാസം ഇപ്പോൾ ഗൗതം സാർ പറഞ്ഞിട്ടുണ്ട്, കാക്ക കാക്ക എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതിന് മുന്നേ ഒരു മാസം മുന്നേ ഫുൾ സ്ക്രിപ്റ്റ് റീഡ് ചെയ്ത് സൂര്യനെ ആ കറക്റ്റ് ആ അമ്പുചെൽവമാക്കി ഫുൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് ആ ഡയലോഗ് പ്രസൻറ്റേഷൻ പോലും ഗൗതം സാറ് പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് അവർ കാക്ക കാക്ക എന്ന് പറഞ്ഞ സിനിമ വന്നത്. മലയാളത്തിൽ നടക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിൽ ചിലപ്പോൾ അന്ന് വന്നിട്ടായിരിക്കും രാവിലെ ഡയലോഗ് എഴുതി, ചിലപ്പോൾ ആ ഡയലോഗ് മാറ്റി വേറെ ഡയലോഗ് എഴുതി അത് നമ്മൾ അപ്പം തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻ മലയാള സിനിമ ബാക്കിയുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ മലയാളം ആക്ടർ എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഈ 2 ഈ പറഞ്ഞ പോലെ കടമ്പുകൾ കടന്നാൽ മാത്രമേ നല്ലൊരു ആക്ടറായിട്ട് മലയാളത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം എല്ലാ റോളുകളും. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങും കിട്ടത്തില്ല. അവിടെ വന്ന് എന്താണ് ആ ഡയറക്ടർ ഷോട്ട് നോക്കുമ്പോൾ നീ ഇങ്ങനെ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അത് അഭിനയിച്ചിരിക്കണം. അല്ലെങ്കിൽ അയാൾ കട്ട് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, എൻ്റെ മുഖത്ത് ഇത്ര ഇങ്ങനെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇതാണ് എൻ്റെ മുഖത്ത് വന്നിരിക്കണം. വന്നേ പറ്റൂ. അതെ 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 വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. അതെ തീർച്ചയായിട്ടും. അതെ, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇത് വെട്ടില്ല കുത്തില്ല ഗർഭിണികളെ ഭീകരത ഒന്നുമില്ലാത്തൊരു സിനിമ അല്ലെ. എന്നാൽ ആക്ഷൻ ഉണ്ട്, കാണും, എല്ലാം കാണാവുന്ന ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ ഒരു ത്രില്ലർ സാധനമുണ്ട്. അതായത് ഇപ്പം നടക്കും അങ്ങനെ ഒരു പേസിങ് ഉണ്ട് സാധനം. പിന്നെ നിമിഷിന്റെ ഒക്കെ നല്ല വർക്ക് ആയിട്ടാണ് അല്ലേ, നിമിഷ് രവിയാണ് ഇപ്പൊ ട്രെയിലറിൽ പോലും ഫ്രെയിംസും വെരി ഇൻട്രസ്റ്റിംഗ് എല്ലാം അടിപൊളിയാണ്. മമ്മൂക്കയുടെ കൂടെ ഒരു യാത്രയാണല്ലോ ക്യാമറയില്. മമ്മൂക്ക 2 ലുക്കിലാണ് പറഞ്ഞത്, 2 ലുക്കും അടിപൊളിയാണ് കാണാൻ. ആൻഡ് GVM's പെർഫോമൻസ്, ആക്ഷൻ പീസസ്, നല്ല ആക്ഷൻ പീസസ് ഉണ്ട്, നല്ല ആക്ഷൻ പരിപാടികൾ. സോ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളാണ്. ഇത് പറഞ്ഞു ഇപ്പം ഒരു കാര്യം കൂടെ ചോദിച്ചു, ഡയറക്ടറാണ്, എല്ലാ മേഖലയിലും എമ്പുരാൻ സിനിമ എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ സിനിമ ഇങ്ങനെ ഓടിക്കാൻ എമ്പുരാനിൽ കുറേ വിവാദങ്ങളൊക്കെ വന്നു. ഇപ്പോൾ അതിൻ്റെ പല വിവാദങ്ങൾ വന്ന് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം പോലെ എനിക്കൊക്കെ പേഴ്സണൽ തോന്നിയ ഒരാളാണ്, ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും തോന്നിയാണ്. താങ്കൾ ഒരു ഡയറക്ടറാണ്, ഒരു പ്രേക്ഷകനാണ്. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? താങ്കൾക്ക് തോന്നിയതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കുന്നത് അത് താങ്കൾ ഇപ്പം എവറി ക്രിയേറ്റീവ് ഗൈ തിങ്സ് ലൈക്ക് ദാറ്റ്. ഐ ഗസ് മുരളിയേട്ടനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് പുള്ളി തന്നെയാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ബസൂഖേനെ കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ മറ്റുള്ള കോൺട്രവേഴ്ഷ്യൽ വിഷയങ്ങളിൽ കയറി ആൻസർ ചെയ്ത് അത് കോൺട്രവേഴ്സി ആയി എനിക്ക് ഏറി കയറണം. ഒരു ട്രെൻഡാണ് ഏറി കയറിയത്. നിനക്ക് നല്ല അല്ല, എനിക്ക് വേണ്ട, ഞാൻ ഗ്രൗണ്ടഡ് ആയിട്ട് എനിക്ക് ഭൂമിയായിട്ട് നിൽക്കുന്നതാണ് പരിപാടി. ഞാനത് ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. താങ്കൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു വന്നിട്ട് ആ യാത്ര പോയപ്പോൾ ഞാൻ ഇതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വയലൻസ് ഇല്ലാത്ത ഒരു ത്രില്ലർ ഫിലിം ബസൂക്ക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യനെ കൊല്ലുന്നതാണ് ഇവിടെ കൂടുതലും ആൾക്കാർ ഇപ്പം എൻജോയ് ചെയ്യണം ആസ് എൻ ഓഡിയൻസ്. ബി ഇറ്റ് നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ആയാലും സിനിമയായാലും മനുഷ്യനെ കൊന്ന് തുണ്ടായിട്ട് വെട്ടി പല സ്ഥലത്ത് പോലീസിന് കണ്ടുപിടിക്കാത്ത രീതിയിലുള്ള സാധനമാണ് കൂടുതൽ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അത് ഇറ്റ്സ് എ ഡേഞ്ചറസ് ട്രെൻഡ് സത്യം പറഞ്ഞാൽ. പണ്ടൊക്കെ കുടുംബകഥകളായിരുന്നല്ലോ, അന്ന് ചിത്രങ്ങളായിരുന്നു, കുടുംബങ്ങളുണ്ടായി. അപ്പോൾ ഇപ്പോഴും സ്നേഹത്തിലുള്ള ഫിലിംസ് ആണ് വരേണ്ടത്, ലവ് ഫിലിംസ് വരണം, കോമഡി ഫിലിംസ് വരണം, ലവ് വരാം, റോം കോം വരാം. പക്ഷേ പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. പ്രേക്ഷകരുടെ ഒരു രീതി മാറിയത് കൊണ്ടാണ്, പ്രേക്ഷകരുടെ വ്യൂ മാറി. എക്സാക്ട്ലി. കോവിഡിൻ്റെ സമയം വരെ
നമ്മുടെ പ്രേക്ഷകർ കോവിഡ് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് എപ്പോക്ക് ലീപ്പാണ് പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ ഗ്യാപ്പിലാണ് ഈ പറഞ്ഞ OTT പ്ലാറ്റ്ഫോംസിലേക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ അതിൻ്റേതായിട്ടുള്ള കളർ ടോൺസ് വരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡോ അല്ലെങ്കിൽ എല്ലാ ഫിലിംസും അല്ലെങ്കിൽ എല്ലാ സീരീസും അതിൻ്റെ കളർ ടോണ് എല്ലാം മലയാള സിനിമേനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ട് കുറേ സീരിയൽ കില്ലിങ്ങും കില്ലറും മറ്റതും മറിച്ചതും ഒക്കെ വന്നു ഇവിടെ. അത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് വളരെ ലൈറ്റായിട്ട് ഉള്ള സാധനങ്ങളാണ് കാണാൻ. സത്യനന്ദിക്കാട്, സിബി വല, അവര് ഇങ്ങനെയൊക്കെ ഇവന്റെ അച്ഛന്റെ സിനിമകളാണ് ഇപ്പോഴും അച്ഛൻ്റെ ഞാൻ പറഞ്ഞ അത് അങ്ങനെ തന്നെ വരണമല്ല. മേ ബി അത് ഡിസ്കസ് ചെയ്യുന്ന കുറെ ഹ്യൂമൻ മൈൻഡ്സും റിയൽ സിറ്റുവേഷൻസും സാധനങ്ങളൊക്കെ ഉണ്ട് മലയാളത്തിലുള്ള നല്ല സിനിമകൾ. അതിലെല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ ഭരതൻ സാറിന്റെ താഴ്വാരം എടുത്തു പോയി കഴിഞ്ഞാൽ നല്ല ആക്ഷൻ ഇല്ലേ, പിന്നെ നല്ല മുഹൂർത്തം. അല്ല ഞാൻ അങ്ങനെ ചെയ്തു വെച്ചോണ്ട് എന്റെ എക്സാമ്പിൾസ് പറഞ്ഞുള്ളൂ. ഇപ്പോഴും നല്ല ഇപ്പൊ രോമാഞ്ചം വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അങ്ങനെയും ഫിലിംസ് ഉണ്ട്. ബട്ട് മറ്റത് ഒരു സൈഡിൽ വേറെ രീതിയിൽ. ഇപ്പം ഞാൻ തന്നെ കുറേ കഥകൾ കേട്ടതിൽ മറ്റേ 7-8 കൊന്നിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് പോലീസ് ഓഫീസർ. എനിക്ക് അങ്ങനെ ആരെയും കൊല്ലാൻ താല്പര്യമില്ല. സ്നേഹിച്ച് ജീവിച്ചാൽ മതി ആൾക്കാരെ, അല്ലാതെ ഇപ്പം ഇതിനടുത്ത് ആൾക്കാരെ കൊല്ലണം എന്തിനാ എനിക്ക്. ബട്ട് പീപ്പിൾ സീം ടു ലൈക്ക് ദാറ്റ്. ക്രൈം എങ്ങനെ മറയ്ക്കാം എന്നുള്ളതാണ് ആൾക്കാർക്ക് കൂടുതലും താല്പര്യമുള്ളത്. ഞാൻ ചില സിനിമകൾ ചെയ്തേക്കുന്നത് ഇപ്പോഴും ലൈക്ക് ഈ തെലുഗുലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് നമുക്ക് അത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സിന് ഒരു ഡെഫിഷ്യൻസിയും ഉണ്ട്. സോ വി ഹവ് ആസ് എൻ ആക്ടർ, ഞാനിപ്പോൾ ജോലി ഒക്കെ മാറ്റി വെച്ച് അഭിനയിക്കാനാണല്ലോ വരുന്നത്, അപ്പം വന്നേക്കുന്നത് നാട്ടിൽ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഫ്രീഡവും ഇല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാനായിട്ടുള്ള ചൂസ് ചെയ്യാനുള്ള ഇതില്ല. അപ്പം സോ നല്ല വരുന്നതിൽ കുറച്ച് നല്ല സ്ക്രിപ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് നോക്കിയെടുക്കും. പക്ഷേ അഗൈൻ ഇറ്റ് ഈസ് ലൈക്ക് ക്രൈം, ദർ ഇസ് എ ലോട്ട് ഓഫ് ക്രൈം ആൻഡ് അത് തന്നെയാണ് വീണ്ടും വീണ്ടും വീണ്ടും. ഇപ്പോൾ ഞാൻ കേട്ടേക്കുന്ന സ്ക്രിപ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്ത് ഇറങ്ങാൻ പോകുന്ന ഫിലിംസും അങ്ങനത്തെ സിനിമകളാണ്. വേർ ഐ ഹാവ് ടു ദർ ഇസ് എ ലോട്ട് ഓഫ് ക്രൈം ഇൻ ദ മൂവി. അല്ല, സിദ്ധാർത്ഥ പറഞ്ഞതിൽ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ. ഞാൻ എന്ത് ഡയലോഗ് പറയണമെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാനും കൂടെ ഒന്ന് തീരുമാനിക്കേണ്ടതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേണ്ടത്. ഇപ്പം ഇപ്പോഴത്തെ സിനിമകളെ കുറിച്ചല്ല, ഇപ്പോൾ കൊല്ലുന്നതൊക്കെ പറയില്ല. അപ്പം ഞാൻ എന്ത് ഡയലോഗ് പറയണം, ഒരാളെ ഡയലോഗ് പറയാൻ എഴുതിക്കും. നമുക്കും ഈ സമൂഹത്തിലൊരു വില വേണം, ഈ മറ്റുള്ളവരെ വഴി തെറ്റിക്കരുത് എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചു. ആ ഡയലോഗ് എനിക്ക് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സിനിമയിലുണ്ടോ? ഇപ്പോൾ ഉണ്ട്. അതായത് പറയാൻ പറ്റും ഹൗ യു ഡു ഇറ്റ്. അല്ല, ഇപ്പം ഞാനിപ്പോൾ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തു എന്നുള്ളത് ഇരിക്കട്ടെ, ഇപ്പോൾ ഒരു രംഗം പറയണം. അതിപ്പോൾ എടുക്കുന്ന സമയത്ത് മറ്റേ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് കൊച്ചു കരയുന്നതായിട്ട് കാണിച്ചാലും ഐഡിയ കൺവേഡ് ആണ് ഹി റേപ്ഡ് ഹർ എന്നുള്ളത്. ഉന്തിയിട്ട് പിടിച്ചു വലിച്ച് പഴയ ബാലങ്കേ നായർ സെറ്റപ്പ് കാണിച്ചാലും ഐഡിയ കൺവേഡ് ആണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഒരു കൊച്ചിനെ റേപ്പ് ചെയ്തിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്റ്റ് ചെയ്യുക ഡോറ് തുറന്നിറങ്ങുന്നതായിരിക്കും. അത് എനിക്ക് പറയാൻ പറ്റും ആസ് എൻ ആക്ടർ. മറ്റത് വേണമെന്ന് ഡയറക്ടർ വാശി പിടിക്കുവാണെങ്കിൽ അത് വേറെ ആക്ടറിനെ നോക്കാം എന്നുള്ളതും എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ഈ വിഷയം ഡയറക്ടറുമായിട്ട് എനിക്ക് സംസാരിക്കാം. എനിക്കിങ്ങനെ ഐ എം അൺകംഫർട്ടബിൾ വിത്ത് ദാറ്റ്, കെൻ യു ഡു എനിത്തിങ് എൽസ്. അപ്പോൾ പുള്ളി ചിലപ്പോൾ നിങ്ങൾ അകത്തേക്ക് കയറിയാൽ മതി സാർ, ഞാൻ ചിലപ്പോൾ അങ്ങനെ പാൻ ചെയ്ത് അല്ല ബൾബിലേക്ക് പോയിട്ട് ബൾബ് ഓഫ് ആവുന്ന പോലെ കാണിച്ചോളാം. അതും പുള്ളിയുടെ ഓപ്ഷൻ. അത് നമ്മൾ അത് പറയുന്നതിനെ പോലെ ഇരിക്കും. പക്ഷേ how far can you, like seriously, എനിക്ക് there's some scenes where I didn't have that option. ഇപ്പം നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്ത സീൻസ് ആണെങ്കിലും where we I think to an extent uncomfortable നമ്മൾ കംഫർട്ടബിൾ ആക്കി കുറച്ച് ഇതാക്കും. പക്ഷെ still what he perceived is what we have to enact. I don't think we can change the scene to a once you commit a movie അതിന് കഥ കേട്ടിട്ട് കഥ കേൾക്കുമ്പോൾ തന്നെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പറയണം അയ്യോ അത് പറ്റില്ല. അതെ വേറെ ആളാ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇൻസൾട്ട് ചെയ്യണം. അതെ. ഓൾസോ ഐ ഹാവ് ബീൻ ഇൻ സിറ്റുവേഷൻസ് വേർ ഞാൻ അവിടെ ചെല്ലുമ്പോഴായിരിക്കും certain scenes എനിക്ക് വരുന്നത്. നമ്മൾ ഓൾറെഡി ഹാഫ് വേ ത്രൂ ദ ഫിലിം. അന്നേരം നമുക്ക് സോ വിൽ ബി ലൈക്ക്, സോ നമ്മളൊരു കോമൺ ഗ്രൗണ്ടിലേക്ക് വരും.
ഇങ്ങനെ നമുക്ക് So it'll be cornered പോലെ ആവും. അതെ Cornered ആവും. ഈ കഥ പറയുമ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആവില്ല. പടം തുടങ്ങി ഷൂട്ട് ചെയ്യുമ്പോൾ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽ അപ്പോൾ then we are like പ്രത്യേകിച്ച് ഇതുപോലെ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ they have to face എനിക്ക് those. തെലുഗുല് in Mangalvaram I had certain where I had to tell that this was not told to me. If I'm prepared, if I'm mentally prepared and I'm coming to the scene, it makes sense. പക്ഷെ അല്ലെങ്കിൽ then I'm like, but I don't have that kind of voice where I can say that no, I കാര്യം എന്ന് cannot വെച്ചാൽ do ഇപ്പൊ it. ദിവ്യ അവിടെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് മുടങ്ങി എന്തെങ്കിലും പ്രശ്നം വന്നു പിന്നെ ദിവ്യയുടെ കരിയർ ഭയങ്കര You know, and there's a lot of pressure like that. ഭയങ്കര ഇഷ്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയും. അതെ അങ്ങനെ നോട്ട് നെസസറിലി ഐ കെയർ അബൌട്ട് ദാറ്റ് പക്ഷേ ഐ ഡോ അറ്റ് ദാറ്റ് മൊമെന്റ് നമുക്കൊരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ we don't want to create because everyone is like everybody's waiting, everybody's like oh what is going on appo you don't want to create that confrontation or uncomfortable situation you don't want to create. So what can you do at a certain oru samsaricha reethiyil nammal endayirikkum nammal comfortable. Some directors are very, they will be like okay namukku this is how we want to do it. Some directors will be specifically no this is what I perceive and this is what I want. I'm like but this is news to me. So that kind of things does happen and there is a limitation I feel to an actor how much we can say. Yeah. അല്ല അത് it depends upon us also. Yeah and it depends. എവിടെയാണെങ്കിലും അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പറയേണ്ട സ്വാതന്ത്ര്യം ഇല്ലാതെ പോകുന്നത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് പോയിട്ട് അപ്പോൾ തന്നെ സ്ക്രിപ്റ്റിലാണ് നമ്മൾ പെട്ടുപോകുന്നത്. അതെ ആ സ്ക്രിപ്റ്റിൽ നമ്മൾ പെട്ടുപോകും. അതെ അവിടെ നമുക്ക് പറ്റില്ല എന്നൊരു ഷൂട്ടാണ് മുടങ്ങുന്നത്. Shoot അവിടെ നമ്മൾ പെട്ടുപോകും. അതെ എന്തൊക്കെയാണെങ്കിലും മുതലാളിയെ മുടക്കരുത് ഒരിക്കലും. ഒരു വ്യവസായം കൂടിയാണല്ലോ. നമുക്കത് അറിയാവുന്ന നമ്മൾ അതിൽ നിൽക്കുന്നവരാണ് അപ്പൊ നമ്മളത് ചെയ്യില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്തെങ്കിലും രംഗം So she has the freedom to choose the ചെയ്യാന്നുള്ളതാണ്. subject or script അതെ which is uncomfortable for her. yeah എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ ഇപ്പം നടക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നപ്പോൾ കുറേ ഒന്ന് സംസാരിച്ചു അതിനെക്കുറിച്ച്. നടക്കുന്ന സംഭവമാണ്, ഇത് റിയാലിറ്റി ആണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സിദ്ധു പറഞ്ഞ പോലെ എനിക്ക് വേണ്ടെങ്കിൽ അതിപ്പം ആ സീനുകൾ അങ്ങനെ ലൈറ്റിലേക്ക് പോവാം, ലാമ്പിലേക്ക് പോവാം, ഇതിലേക്കും പോയി അവസാനിപ്പിക്കാവുന്നുള്ളൂ. കാര്യം മനസ്സിലായാൽ മതി. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ വരുന്നുമില്ല. അല്ല വരുന്നോണ്ട് ഇതിപ്പോ ഞാൻ വേറൊരു കാര്യം, ഞാൻ ചതുരത്തിന്റെ കാര്യം പറയാം. ചതുരം ഒരു അഡൽട്ട് കണ്ടന്റ് ആണ്. അതെ അതെ അതെ. കുറച്ച് എറോട്ടിസം ഉണ്ടെന്നേ ഉള്ളൂ. അതെ. ഈ എറോട്ടിസം അഡൽട്സ് കണ്ടുകൊണ്ട് ഒരു തെറ്റുമില്ല. അവർക്ക് അഡൽട്സ് അത് ആണുങ്ങളും പെണ്ണുങ്ങളും കാണും. അതെ അതെ അതെ. ബട്ട് ഇവിടെ കൂടുതൽ വരുന്നത് എറോട്ടിസം അല്ല, violence. ബ്ലഡ് ചീറ്റുന്നതിന്റെ വയലൻസ് വരുന്നത് സാധനങ്ങളാണ് വരുന്നത്. അപ്പൊ അത് എന്നിട്ട് ഈ ഏപ്പടം മറ്റേ ഏപ്പടം എന്ന് പറഞ്ഞിട്ട് മാറ്റി വൃഷ്ടി കൽപ്പിച്ച പോലെ അവന് തലക്കടിച്ചു വലുതോ മറ്റേതും ഒക്കെ ഓക്കെയാണ്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇതാണ് പ്രശ്നത്തോ ഇതാണ് ചേട്ടനുള്ളൊരു സാധനം ഉണ്ടല്ലോ. ലവ് പീപ്പിൾ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് അറിയും. എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമ ഒരു പാൻ ഇന്ത്യൻ സ്റ്റൈലില് തൂക്കാൻ എന്നുള്ള ഒരു ശ്രമം നടത്തുന്ന കാരണമാണോ ഇങ്ങനെ വയലൻസ് വരുന്നത്. ഇപ്പൊ KGF പോലെ സിനിമകൾ അല്ലെങ്കിൽ സലാർ പോലെ ഇത്രയും ഭയങ്കര ഒരു വലിയൊരു സ്കെയിലിൽ കൊണ്ടുവരാൻ നോക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും വയലൻസും ഇത്രയും ബ്ലഡ് ഷെഡും എല്ലാം. No, I think it's a lot to do with Korean films and exactly. I think it is a lot to do with കുറെ ആൾക്കാർ അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ട് they are trying to bring that trend. കലിപ്പുണ്ടെന്നുള്ളതിൽ ഒരു സംശയവും നടക്കുള്ളൂ. മനസ്സിലായി. അതായത് ഇല്ലാത്ത നമ്മുടെ മമ്മൂക്ക ഒരുവാണ്. ഒരു വയലൻസും ഇല്ല, ഒരു കലിപ്പും ഇല്ല, ബുദ്ധി മാത്രം. ബുദ്ധി പ്രയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് പലരെ പിടിക്കാൻ വഴുതി പോകുന്ന ബുദ്ധിമാൻ, വേറൊരു ബുദ്ധിമാൻ. ബുദ്ധിയിലൂടെ യാത്ര ചെയ്യാണ് അല്ലേ? അതാണ് ആരാണ് എന്റെ മ്യൂസിക് സയ്യിദ് അബ്ബാസ്, നമ്മളുടെ സുഷിന്റെ അതിന്റെ പ്രൊഡക്ഷൻ തിയേറ്റർ ഓഫ് ഡ്രീംസ്, ഡോൾവിൻ കുര്യാക്കോസ്, ഡാർവിൻ കുര്യാക്കോസ്, ജിനു, നമ്മുടെ നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ജിനു. ഇവരുടെ മൂന്നാമത്തെ സിനിമ സരിഗമയുണ്ട്. അപ്പോൾ അവരുടെയും എല്ലാവരും കൂട്ടായ വിജയം വിജയിക്കട്ടെ. ഇത് ഏപ്രിൽ 10 ആദ്യ ഷോ തന്നെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എന്തായാലും ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ ആയിരിക്കും. സിനിമ കണ്ടിട്ടല്ല നമുക്ക് ബാക്കി സംസാരിക്കാൻ പറ്റുള്ളൂ. സിനിമ കണ്ടിട്ട് ഒരു ഇന്റർവ്യൂ കൂടെ എനിക്ക് വേണ്ടി വരും. ഈ പറഞ്ഞ യാത്ര എനിക്കൊന്നും പറഞ്ഞാൽ വഴുതി പോകുന്ന യാത്ര, ബുദ്ധിപരമായുള്ള നീക്കം, അത് അങ്ങോട്ട് ആകാം. ഒത്തിരി സന്തോഷം സംസാരിച്ചു നോക്കും. താങ്ക് യു വെരി മച്ച്.